അഞ്ചാം ക്ലാസ് 5-ലെ ബേസിക് സയൻസ് സെക്കൻഡ് ടേം ഇവാലുവേഷൻ 2023-24 2023-24 സയൻസിൻ്റെ ഇംഗ്ലീഷ് മീഡിയം അഞ്ചാം ക്ലാസ്സിലെ സയൻസിൻ്റെ ചോദ്യപേപ്പറാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആക്ടിവിറ്റി 1 എന്താണെന്ന് നോക്കാം. Which among the following groups are used to observe solar eclipse safely? അപ്പോൾ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ, നിങ്ങൾക്ക് താഴെ 4 ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഈ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഏതെല്ലാം കൂട്ടങ്ങളാണ് സുരക്ഷിതമായിട്ട് സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നവ എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് 1 കാണാം എന്തൊക്കെയാണ്. ക്യാമറയുണ്ട്, മൊബൈലുണ്ട്, ബൈനക്കുലർ ഉണ്ട്, പിന്നെ ഇതിൽ നമുക്ക് ഫിലിം ഉപയോഗിക്കാം, പിന്നെ സോളാർ കണ്ണട ഉപയോഗിക്കാം. ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 3 സൺഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ്, ടെലസ്കോപ്പ് ഉപയോഗിക്കാം. ഗ്രൂപ്പ് 4 നമ്മൾ റിഫ്ലക്ഷൻ പ്രൊജക്ടർ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഒരു പ്രതിബിംബം ഉണ്ടാക്കുന്ന മെത്തേഡ്. അപ്പം ഇതിലേതാണ് സുരക്ഷിതമായ മെത്തേഡ് എന്നുള്ളത് നമ്മൾ ഗ്രൂപ്പ് 1 ആണോ, ഗ്രൂപ്പ് 2 ആണോ, ഗ്രൂപ്പ് 3 ആണോ, 4 ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പം അതിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 43-ാമത്തെ പേജിൽ നമുക്കിവിടെ കാണാനായിട്ട് അടിയിൽ viewing solar eclipse without safety precautions can damage the eyes. സേഫ്റ്റി ആയിട്ട് നോക്കിയില്ലെങ്കിൽ കണ്ണ് കേടാകും. Do not look at the sun using telescope or binocular. ടെലസ്കോപ്പ് ഉപയോഗിച്ചും ബൈനക്കുലർ ഉപയോഗിച്ചും നോക്കരുത്. ഇവിടെ ഈ പാരഗ്രാഫിൽ പറയുന്നത് it should be viewed only by using solar filters. ഒന്നിക്ക് സോളാർ ഫിൽറ്റർ ഉപയോഗിച്ചോ, യൂസിങ് ദ റിഫ്ലക്ഷൻ, ഒന്നിക്കൽ ഇതായി ചിത്രത്തിലുണ്ട്, ഒന്നിക്കൽ ഇത് റിഫ്ലക്ഷൻ അല്ല ഇത് റിഫ്ലക്ഷനാണ്, അല്ലെങ്കിൽ സോളാർ ഫിൽറ്റർ ഉപയോഗിച്ചത് ഇതാണ് സോളാർ ഫിൽറ്റർ ഉപയോഗിച്ച് നോക്കുക, അല്ലെങ്കിൽ സോളാർ ഓർ ട്രാൻസ്മിഷൻ മെത്തേഡ് കണ്ണടകൾ ഉപയോഗിച്ചോ നോക്കുക. ഈ 3 മെത്തേഡാണ് നമുക്ക് പറയുന്നത്. സോളാർ ഫിൽറ്റർ വേണം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മെത്തേഡ് ആയിരിക്കണം. ഒരു കാരണവശാലും ടെലസ്കോപ്പും ബൈനക്കുലറും ഉപയോഗിക്കരുത് എന്ന് പേജ് നമ്പർ 43 പറയുന്നുണ്ട്. നമ്മുടെ ചോദ്യപേപ്പറിൽ ഗ്രൂപ്പ് 1 ബൈനക്കുലർ ഉണ്ട്, അപ്പോൾ ഗ്രൂപ്പ് 1 തെറ്റാണ്. ഗ്രൂപ്പ് 3 ടെലസ്കോപ്പ് ഉണ്ട്, അപ്പോൾ ഇതും തെറ്റാണ്. ഇതിലാണ് നമ്മുടെ ഫിൽറ്ററും ട്രാൻസ്മിഷൻ മെത്തേഡൊക്കെ ഇതിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ ഇത് ശരിയാണ്, ഗ്രൂപ്പ് 2 ശരിയാണ്. ഇതിലാണ് റിഫ്ലക്ഷൻ മെത്തേഡ് കാണിച്ചിരിക്കുന്നത്, പ്രൊജക്ടർ മെത്തേഡ്, റിഫ്ലക്ഷൻ മെത്തേഡ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 2-ഉം ഗ്രൂപ്പ് 4-ഉം ആണ് ഇതിലെ കറക്റ്റ് ഉത്തരം. ഏതൊക്കെയാണ്? ഗ്രൂപ്പ് 2 ആൻഡ് 4. ഗ്രൂപ്പ് 2 ആൻഡ് 4 ആണ് കറക്റ്റ് ഉത്തരം. ഇനി അടുത്തത് ഒബ്സർവ് ദ പിക്ചർ ഗവൺമില്ല. 2 പിക്ചർ നോക്കിയേ, പിക്ചർ 1, പിക്ചർ 2. എന്താ നോക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോളാർ എക്ലിപ്സ് ആർ ഗിവൺ ബിലോ. വിച്ച് ആർ ദി? 2 തരം സോളാർ എക്ലിപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇത് രണ്ടും? ഇത് നമ്മുടെ പേജ് നമ്പർ 42 നമ്മുടെ പേജ് നമ്പർ 42 ഇത് രണ്ടും എന്താണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, നിങ്ങളുടെ ഈ ചിത്രമാണ് 42 ഈ ചിത്രം. അതിൻ്റെ പേരാണ് റിംഗ് സോളാർ എക്ലിപ്സ്. എന്താണ്? റിംഗ് സോളാർ എക്ലിപ്സ്. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് ഇതെന്താണ്, അതിൻ്റെ പേരെന്താണ്? റിംഗ് മോഡൽ, റിംഗ് സോളാർ എക്ലിപ്സ് ആണ്. ഇനി ഈ ചിത്രം അതിവിടെ ടെക്സ്റ്റ് ബുക്കിൽ 42-ാമത്തെ പേജിലുണ്ട്. എന്താണ്? പാർഷ്യൽ സോളാർ എക്ലിപ്സ്. ഇതെന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേര് പാർഷ്യൽ സോളാർ എക്ലിപ്സ്. ഇതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം.
ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഈ നാലെണ്ണത്തിൽ യഥാർത്ഥത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. ഇവിടെ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ഇറ്റ് ഈസ് കോൾഡ് ലൂണാർ എക്ലിപ്സ്, ഇറ്റ് ഈസ് കോൾഡ് സോളാർ എക്ലിപ്സ്, ഇറ്റ് ഈസ് കോൾഡ് ലൂണാർ എക്ലിപ്സ്, ഇറ്റ് ഈസ് കോൾഡ് സോളാർ എക്ലിപ്സ്. സോളാർ എക്ലിപ്സിനെ കുറിച്ച് ലൂണാർ എക്ലിപ്സിനെ കുറിച്ചുള്ള ഡെഫിനേഷനാണ് ഒരെണ്ണേ ശരിയുള്ളൂ. ഇപ്പോൾ സോളാർ എക്ലിപ്സ് എന്താണ്, ലൂണാർ എക്ലിപ്സ് എന്താണെന്ന് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ സൂര്യനാണ് എല്ലാത്തിനും ഫസ്റ്റ്. എർത്ത് ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിക്കുന്നു, അതാണ് ലൂണാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം. ഭൂമിയുടെ, സൂര്യൻ ഫസ്റ്റാണ്, ഭൂമിയുടെ നിഴൽ ഇതാണ് ഭൂമി. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ലൂണാർ എക്ലിപ്സ് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ പേജ് നമ്പർ 41 സൂര്യൻ ഫസ്റ്റാണ്. ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നതിനെ നമ്മൾ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്, സൂര്യഗ്രഹണം. സോളാർ എക്ലിപ്സ് എന്താണ്? ചന്ദ്രൻ്റെ ഗ്രഹണം, ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നത്. ചന്ദ്രഗ്രഹണം എന്താണ്? ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നത്. ഇതാണ്. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം, ഇവരെന്നാ പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ശരിയെന്ന് നമുക്ക് നോക്കാം. വെൻ ദ ഷാഡോ ഓഫ് ദി മൂൺ, ഷാഡോ ഓഫ് ദി മൂൺ എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ നിഴൽ, ഫാൾസ് ഓൺ ദി എർത്ത്, ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു, ഇറ്റ് ഈസ് കോൾഡ് ലൂണാർ എക്ലിപ്സ്. ആണോ? അതാണോ ശരി? ചന്ദ്രൻ്റെ നിഴൽ എവിടെയാണ് പതിക്കുന്നത്? മൂൺ ഫാൾസ് ഓൺ ദി എർത്ത്, ചന്ദ്രൻ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു, ഇസ് കോൾഡ് ലൂണാർ എക്ലിപ്സ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സോളാർ എക്ലിപ്സ് എന്നാണ്. ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയെ പതിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് സോളാർ എക്ലിപ്സ് ആണ്. ഇവിടെ അത് ലൂണാർ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അടുത്തത്, വെൻ ദ ഷാഡോ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ നിഴൽ ഫാൾസ് ഓൺ ദി മൂൺ, മൂണിൽ പതിക്കുന്നു, ഇറ്റ് ഈസ് കോൾഡ് സോളാർ എക്ലിപ്സ്. സോളാർ എക്ലിപ്സ് എന്താണ്? ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞ എന്താണ്? ദ ഷാഡോ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനെ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നു. സോളാർ എക്ലിപ്സ് അതാണോ സത്യത്തിൽ? അല്ല, നേരെ തിരിച്ചാണ്. അതും തെറ്റാണ്. ഇങ്ങനത്തെ വെൻ ദ ഷാഡോ ഓഫ് ദി എർത്ത് ഫാൾസ് ഓൺ ദ മൂൺ, അതായത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു, ഈസ് കോൾഡ് ലൂണാർ എക്ലിപ്സ്. നമുക്ക് ലൂണാർ എക്ലിപ്സ് ശരിയാണോ എന്ന് നോക്കാം. പേജ് നമ്പർ 42 കാണിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്? ദ ഷാഡോ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ നിഴൽ ഫാൾസ് ഓൺ ദി മൂൺ, ചന്ദ്രനിൽ പതിക്കുന്നു, ഇറ്റ് ഈസ് കോൾഡ് ലൂണാർ എക്ലിപ്സ്. യെസ്, ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ്. ഇത് ശരിയാണ്. അടുത്ത എന്താണ്? വെൻ ദ ഷാഡോ ഓഫ് ദി സൺ ഫാൾസ് ഓൺ ദി എർത്ത്, ഷാഡോ ഓഫ് ദി സൺ, സൂര്യൻ്റെ നിഴൽ, സൂര്യന് നിഴലേ ഇല്ല, സൂര്യൻ പ്രകാശിക്കുന്ന ഒരു വസ്തുവാണ്, അതിന് നിഴലില്ല, ഫാൾസ് ഓൺ ദി എർത്ത്, ഇറ്റ് ഈസ് കോൾഡ് സോളാർ. അത് തന്നെ വലിയൊരു തെറ്റാണ്. സൂര്യൻ എന്തില്ല? നിഴലില്ല. ഇതിൽ ശരിയായത് മൂന്നാമത്തതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ആക്ടിവിറ്റി 1 കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആക്ടിവിറ്റി 2, ഫ്ലഡ് and survival are the greatest challenges we face nowadays. The natural calamities due to rain and flood, the landslide, drowning, sea turbulence, etc. എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കവും അതിജീവനവും നാം നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണിന്ന്, അല്ലേ? ഫ്ലഡ് ആൻഡ് സർവൈവൽസ്, വെള്ളപ്പൊക്കവും അതിജീവനവും ഗ്രേറ്റസ്റ്റ് ചലഞ്ചസ് വി ഫേസ് നവഡേയ്സ്, അതൊരു വലിയ വെല്ലുവിളിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ നാച്ചുറൽ കലാമിറ്റീസ് ഡ്യൂ ടു റെയിൻ, മഴയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ, അതായത് ഫ്ലഡ്, വെള്ളപ്പൊക്കം, അതുപോലെ ലാൻഡ് സ്ലൈഡ്, ഉരുളുപൊട്ടൽ, ഡ്രോണിങ്, മുങ്ങിമരണം, സീ ടർബുലൻസ്, കടലാക്രമണം തുടങ്ങിയവയെല്ലാം മഴക്കാലത്ത് വരുന്ന ചില പ്രശ്നങ്ങളാണ്. എന്താണ് ചോദ്യം? ഫസ്റ്റ് എ, സം നാച്ചുറൽ കലാമിറ്റീസ് ആർ ദെയർ, പ്രിവെൻറ്റീവ് കൺട്രോൾ മെഷേഴ്സ് ആർ ഗിവൺ ബിലോ.
അതായത് ചില പ്രകൃതി ദുരന്തങ്ങളും അവയ്ക്കുള്ള നിവാരണ നിയന്ത്രണ മാർഗങ്ങളുമാണ് ചുവടെ ഈ രണ്ടും തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആഡ് സം അതർ മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ കൂട്ടിച്ചേർക്കണം. ഒന്നാമത്തത് ഫ്ലഡാണ്. ഫ്ലഡ് എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം. അതിന് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ് ഡോണ്ട് ഹിൻഡർ ദ ഫ്ലോ ഓഫ് വാട്ടർ. ജലത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താതിരിക്കുക. പിന്നെ ഫ്ലഡിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗം എന്താണ്? അതുപോലെ മറ്റൊന്നാണ് ഡ്രോണിങ്, മുങ്ങിമരണം. ഗീവ് വാർണിംഗ് അലേർട്സ് പീരിയോഡിക്കലി. തുടർച്ചയായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുക. അതിന് കൊടുക്കാൻ പറ്റിയ അടുത്ത പോയിന്റ് എന്താണ്? അപ്പം അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പം നമുക്ക് എഴുതാൻ പറ്റിയ പോയിന്റുകൾ ഇവിടെയുണ്ട്. ഫ്ലഡിങ്, മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഫ്ലഡിങ്ങിന് പറ്റിയ ഇത് മേക്ക് റെയിൻ പിറ്റ്സ് ആൻഡ് വാട്ടർ സ്റ്റോറേജ് ഫെസിലിറ്റീസ്. വെള്ളപ്പൊക്കം എന്ന് പറയാൻ നമുക്ക് നല്ലൊരു കാര്യം വെച്ചാൽ ഒന്ന് മേക്ക് റെയിൻ പിറ്റ്സ്, മഴവെള്ള സംഭരണികൾ ധാരാളം ഉണ്ടാക്കുക. ആൻഡ് വാട്ടർ സ്റ്റോറേജ് ഫെസിലിറ്റീസ്, പരമാവധി വെള്ളത്തെ ശേഖരിച്ച് വെക്കാനുള്ള രീതികൾ കണ്ടുപിടിക്കുക. പ്രിവെൻറ്റ് പാഡി ഫീൽഡ്സ് ലെവലിംഗ്, നമ്മുടെ കണ്ടങ്ങളും പാടങ്ങളും ലെവൽ ചെയ്യും, മണ്ണിട്ട് നികത്തുന്ന പരിപാടി ഒഴിവാക്കുക. സ്റ്റോപ്പ് എൻകറേജിങ് വാട്ടർ കനാൽസ്, അതുപോലെ തന്നെ വാട്ടർ കനാൽസുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. വെള്ളം ഒഴുകിപ്പോകുന്ന, പുതിയ സ്ഥലത്ത് കൂടെ ഒഴുകിപ്പോകുന്ന രീതി ഒഴിവാക്കുക. പരമാവധി പാഡി ഫീൽഡുകൾ മണ്ണിട്ട് നികത്താതിരുത്തുക. മഴവെള്ള സംഭരണികൾ, മഴവെള്ള കുഴികൾ, മഴക്കുഴികളൊക്കെ കുഴിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്ലഡിങ്ങിനുള്ളത്. ഇനി ഡ്രോണിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലേൺ സ്വിമ്മിങ്. എന്താണ്? നമ്മൾ നീന്തൽ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മുങ്ങി മരിക്കില്ല. അതുപോലെ ഡു നോട്ട് ഗോ ടു അൺഫെമിലർ വാട്ടർ ബോഡീസ്. നമുക്ക് പരിചിതമല്ലാത്ത വെള്ളക്കെട്ടുകളിലൊന്നും പോയി ചാടരുത്. അവിടെ എത്ര ആഴമുണ്ട്, എത്ര ഒഴുക്കുണ്ടെന്നൊന്നും അറിയാത്തടത്തൊന്നും പോയി ചാടുക. അപ്പോൾ ഡു നോട്ട് ഗോ ടു ദ അൺഫെമിലിയർ വാട്ടർ ബോഡീസ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു മാർഗ്ഗം, നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഉത്തരങ്ങൾ. ഇവിടെയുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 32 നമുക്ക് ഇതിവിടെയുണ്ട്. എവരിബഡി മേ ഗിവൺ ട്രെയിനിങ് ഇൻ സ്വിമ്മിങ്. അത് പറയുന്നുണ്ട് എല്ലാവരും നീന്തൽ പരിശീലിക്കണം. അതിന് എന്താ? പ്ലാന്റ് ആൻഡ് സ്റ്റെം വിച്ച് ഫ്ലോട്ട് ഓൺ വാട്ടർ ആൻഡ് ഇംപ്ലൈൻഡ് അറ്റ് ട്യൂബ് ഓഫ് 4 വീലേഴ്സ് ക്യാൻ ബി യൂസ്. ഇതിന് വേണ്ടിയിട്ട് വാഴത്തണ്ടുകളും കാറിൻ്റെ ട്യൂബുകൾക്കൊക്കെ ഉപയോഗിക്കാം. അതുപോലെ സർവീസസ് ഓഫ് വാട്ടർ ഡൈവേഴ്സ് ആൻഡ് ലൈഫ് ഗാർഡ്സ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. അതുപോലെ വെള്ളക്കെട്ടുകളിൽ നല്ല വെള്ളത്തിൽ നിന്ന് ചാടാൻ കഴിവുള്ളവരെയും അതുപോലെ ലൈഫ് സംരക്ഷിക്കുന്ന ഗാർഡുകളെയൊക്കെ നല്ലത് അവിടെ ഉണ്ടാക്കുക. സേഫ്റ്റി ബോട്ട് ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ആർ ടു ബി പ്രൊവൈഡഡ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് ഇൻ വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഷുഡ് ബി എൻഷുവേർഡ് അറ്റ് സച്ച് ആക്സിഡൻറ്റ് ഓൺ ഏരിയ. അതുപോലെ അപകടമുള്ള ഏരിയയിലൊക്കെ ലൈഫ് ഗാർഡുകൾ വെക്കുക, അതുപോലെ ബോട്ട് സർവീസ് റെഡിയാക്കുക, ഫസ്റ്റ് എയ്ഡുകൾ റെഡിയാക്കി വെക്കുക, ഇതൊക്കെ ചെയ്ത് അലേർട്ടുകൾ കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരങ്ങൾ. ഈ പോയിന്റുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട പോയിന്റുകൾ നമുക്ക് കൂട്ടിച്ചേർത്താൽ മതി. അടുത്ത ബി എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് റീസൺ ഫോർ ലാൻഡ് സ്ലൈഡ് ഫ്രം ദ ഫോളോയിങ്. ലാൻഡ് സ്ലൈഡ്, ഉരുളുപൊട്ടലിന് കാരണമാകുന്ന തിരഞ്ഞെടുക്കുക. അല്ലെ, താഴെ പറയുന്നത് ഉരുളുപൊട്ടലിന് കാരണമായവ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ദി കൾട്ടിവേഷൻ മെത്തേഡ് വിത്ത് ലാർജ് സ്കെയിൽ ഓഫ് സോയിൽ ഡിഗിങ്. വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷി രീതികൾ. വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷി രീതികൾ ഉരുളുപൊട്ടലിന് കാരണമാണ്. അതായത് ചെരിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ മണ്ണിളക്കി ഇട്ട് കഴിഞ്ഞാൽ അവിടെ മഴ പെയ്ത് കഴിയുമ്പോൾ മണ്ണെല്ലാം കൂടി കുത്തിയൊലിച്ച് വന്ന് ഉരുളുപൊട്ടും. അതൊരു കാരണമാണ്. അതുപോലെ തന്നെ എൻക്രോച്ച്മെൻറ്റ് ഓഫ് റിവർ ബാങ്ക്സ് ഫോർ കൺസ്ട്രക്ഷൻ. നദീതടങ്ങൾ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. നദിയിലെ വിസ്താരം കുറച്ച് ചെറിയ അവിടെയൊക്കെ മണ്ണിട്ട് നികത്തി അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ വെള്ളത്തിന് പോകാൻ ഇടമില്ലാതെ അവിടെ വെള്ളപ്പൊക്കമാണ് ഉണ്ടാകുന്നത്. ഉരുളുപൊട്ടലല്ല ഉണ്ടാകുന്നത്, വെള്ളപ്പൊക്കമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ശരിയല്ല. ലെവലിംഗ് ഓഫ് വാട്ടർ ബോഡീസ് ആൻഡ് അഗ്രികൾച്ചർ ഫീഡ്.
ജലാശയങ്ങളും ശേഖരങ്ങളും മണ്ണിട്ട് നിന്നത്. ഇപ്പം ചെറിയ തോടുകളും പുഴകളും അതുപോലെ പാടങ്ങളൊക്കെ മണ്ണിട്ട് നികത്തി കെട്ടിടം നിർമ്മിക്കുന്നത് കൊണ്ട് വെള്ളപ്പൊക്കമാണ് ഉണ്ടാവുക, ഉരുൾപൊട്ടലല്ല. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മലമ്പ്രദേശത്താണ്, അതുമല്ല. ദ അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ വർക്ക്സ് ഇൻ ദ സ്റ്റീപ്പ് പ്ലേസസ്. ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അപ്പം ചെങ്കുത്തായ നല്ല കുത്തനെയുള്ള കയറ്റങ്ങളിൽ അവിടെയൊക്കെ മണ്ണൊക്കെ ഇളകിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുൾപൊട്ടുന്ന ഏരിയയാണ്, സാധ്യതയാണ്. അവിടെ പോയിട്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ച് കഴിയുമ്പോൾ അവിടുത്തെ മണ്ണിന് താങ്ങാൻ പറ്റില്ല, അവിടെ അത് ഉരുൾപൊട്ടൽ കാരണമാവും. ഇതും ഒരു കാരണമാണ്. ആദ്യത്തെയും അവസാനത്തെയാണ് എൻ്റെ യഥാർത്ഥ ഉത്തരങ്ങൾ. അടുത്തത്, there are voluntary organizations which participate in rescue operations during natural calamities. Name the voluntary organizations suitable for the service-minded students in your schools. ഇപ്പം നമ്മുടെ സ്കൂളിൽ, അതായത് എന്താണ് പറയുന്നത്, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സേവന സന്നദ്ധതയോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സന്നദ്ധ സംഘടനകൾ ഇന്നുണ്ട്. നിങ്ങളുടെ വിദ്യാലയങ്ങളിലെ സേവന സന്നദ്ധരായിട്ടുള്ള കുട്ടികൾ പ്രവർത്തിക്കാൻ അനുയോജ്യമായ ഒരു സന്നദ്ധ സംഘടനയുടെ പേരെഴുതുക എന്നാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിലും എല്ലാ സ്കൂളിലും ഉള്ള സന്നദ്ധ സംഘടനയുടെ പേരിനെ കുറിച്ച് പേജ് നമ്പർ 33 പറയുന്നുണ്ട്. എന്താണ്? വി ഷുഡ് വ്യൂ ദ റെസ്പെക്ട് സച്ച് വോളണ്ടറി ആക്ടിവിറ്റീസ്, വോളണ്ടറി ഓർഗനൈസേഷൻസ് ലൈക്ക് ദ റെഡ് ക്രോസ്. അപ്പോൾ റെഡ് ക്രോസ് ഇതിൻ്റെ ഒരു ഇതാണ്. നിങ്ങളുടെ സ്കൂളിലുണ്ടോ ഓപ്പറേഷൻ ഇൻ ദ ഫീൽഡ്? അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇതുപോലെ സന്നദ്ധ സംഘടനയാണ്. NCC, ജൂനിയർ റെഡ് ക്രോസ്, JRC ആർ ദ ഓർഗനൈസേഷൻസ് ഇൻ വിച്ച് സർവീസസ് മൈൻഡഡ് സ്റ്റുഡൻസ് ക്യാൻ വർക്ക്. ഇതൊക്കെ കുട്ടികൾക്കുള്ള സംഘടനയാണ്. ഏതൊക്കെയാണ്? സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ട്, NCC ഉണ്ട്, ജൂനിയർ റെഡ് ക്രോസ്, JRC ഇതുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളിലുള്ള സന്നദ്ധ സംഘടനകൾ. ഇതിലേതെങ്കിലുമൊക്കെ പേരെഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ ഉത്തരം. അങ്ങനെ നമ്മൾ ഏതൊക്കെയാണ്? JRC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്. ഇതിലേതെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ ഉത്തരവായി. ഇനി ആക്ടിവിറ്റി 3. Activity 3. Most of the plants disperses seeds in different ways. പല സസ്യങ്ങളും വിത്ത് വിതരണത്തിനായി വ്യത്യസ്ത മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. Dispersal of seeds by birds throwing away of seeds after eating mangoes, etc. are some of the examples of seed dispersal. പക്ഷികൾ പഴങ്ങൾ കൊത്തി മറ്റൊരിടത്തിടുന്നതും നാം മാമ്പഴം കഴിച്ചതിന് ശേഷം മാങ്ങയണ്ടി വലിച്ചെറിയുന്നതും വിത്ത് വിതരണത്തിൻ്റെ പല പല ഉദാഹരണങ്ങളാണ്. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് ദ ഹിൻസ് ഗിവൻ ബിലോ. ഇനി ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. താഴെ തന്നിരിക്കുന്ന ഈ സൂചനകൾ ഉപയോഗപ്പെടുത്തി ഈ പട്ടിക നമ്മൾ പൂർത്തിയാക്കണം. ഫസ്റ്റ് വൺ, ജാക്ക് ഫ്രൂട്ട്, പ്ലാവ്. പിന്നെ വെണ്ട. അപ്പോൾ പ്ലാന്റ്സ് പ്ലാവും വെണ്ടയാണ്. അപ്പോൾ നമ്മളിവിടെ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ഒന്നാമത് നമ്മൾ പ്ലാന്റ്സ് എഴുതണം, ജാക്ക് ഫ്രൂട്ട്. രണ്ടാമത്തത് ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗർ എന്ന് വെച്ചാൽ വെണ്ട. ഇനി മോഡ് ഓഫ് ഡിസ്പേഴ്സൽ ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ത്രോ വിൻഡ്. ത്രൂ വിൻഡ് എന്ന് വെച്ചാൽ കാറ്റ് വഴി. ത്രൂ ആനിമൽ, ജന്തുക്കൾ വഴി. ത്രൂ വാട്ടർ, വെള്ളം വഴി. ത്രൂ ബേസ്റ്റിംഗ്, പൊട്ടിത്തെറിച്ച്. ജാക്ക് ഫ്രൂട്ട് ഏത് രീതിയിലാണ് വിത്ത് വിതരണം നടത്തുന്നത്? കാറ്റിലൂടെയാണോ? ചക്കക്കുരു പറന്നു പോവുകയാണോ? അല്ല. ജന്തുക്കൾ വഴി ആണോ? പക്ഷികളെല്ലാം ചക്കപ്പഴം നിന്ന് അതിൻ്റെ കുരു വേറൊരു സ്ഥലത്തെത്തിക്കുകയാണോ? യെസ്, കറക്റ്റ്. പക്ഷികളൊക്കെ അല്ലെ ജന്തുക്കളൊക്കെ ചക്ക തിന്നിട്ട് അതിൻ്റെ കുരു വേറൊരു സ്ഥലത്ത് എത്തിക്കുകയാണ് ജാക്ക് ഫ്രൂട്ടിൻ്റെ വിത്ത് വിതരണം. അതുകൊണ്ട് ത്രൂ ആനിമൽസ്. ലേഡീസ് ഫിംഗറോ കാറ്റിലൂടെ പറന്നു പോകണോ? അല്ല. പക്ഷികൾ തിന്നുകൊണ്ട് പോകണോ? അല്ല. വെള്ളത്തിലൂടെ ഒഴുകി പോകണോ? അല്ല. ബേസ്റ്റിംഗ്, പൊട്ടിത്തെറിക്കുക. അപ്പം വെണ്ടയ്ക്കയുടെ എങ്ങനെയാണ് വിത്ത് വിതരണം?
ബൈ വേസ്റ്റിംഗ് ആണ്, പൊട്ടിത്തെറിച്ചാണ്. ഇങ്ങനെ നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി റൈറ്റ് ഡൗൺ ദ അഡാപ്റ്റേഷൻ ഫോർ ദ ഡിസ്പേഴ്സൽ ഓഫ് ദ ഗിവൺ സീഡ്സ്. ഇതിൻ്റെ അഡാപ്റ്റേഷൻ, വിത്ത് വിതരണത്തിന് സഹായിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ എഴുതുന്നത്. ഒന്ന് പാപ്പസ്, അപ്പൂപ്പന്താടി, അതുപോലെ ആരോഗ്രാസ്, അസ്ത്രപ്പുല്ലും. എങ്ങനെയാണ് പാപ്പസിനെ കുറിച്ച് ഇവിടെ മോഡ് ഓഫ് ഡിസ്പേഴ്സൽ ത്രൂ വിൻഡാണ് പാപ്പസ്. അതിൻ്റെ അഡാപ്റ്റേഷൻ ഇവിടെ പേജ് നമ്പർ 55 കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് സീഡ്, ഹെയർ ലൈക്ക് പാർട്സ് ഓഫ് ഫ്ലൈ. എങ്ങനെയാണ് അതിൻ്റെ വിത്ത് വളരെ വെയിറ്റ് ഇല്ലാത്ത, കനം ഇല്ലാത്തതും, അതുപോലെ ഹെയർ ലൈക്ക് പാർട്സ്, അതുപോലെ അപ്പൂപ്പ താടി പോലെ, ഹെയർ ലൈക്ക് പാർട്സ് ഓഫ് ഫ്ലൈ, പറക്കാനായിട്ട് അപ്പൂപ്പൻ താടി പോലത്തെ ഒരു ഭാഗം കൂടി ഉള്ളതുകൊണ്ടാണ് അതിനെങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ലൈറ്റ്. ഇനി ആരോഗ്രാസ്. ആരോഗ്രാസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് അത്, അതിൻ്റെ അഡാപ്റ്റേഷൻ ഇവിടെയുണ്ട്. ആരോഗ്രാസ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിയർ ഗ്രാസ്. അപ്പോൾ സീഡ്സ് ഓഫ് സ്പിയർ ഗ്രാസ് സ്റ്റിക്ക് ടു ക്ലോത്ത് ആൻഡ് ഗെറ്റ് കാരിഡ് ടു ഡിസ്റ്റിങ് പ്ലേസസ്. അതാണ് അതിൻ്റെ ഉത്തരം. സീഡ്സ് ഓഫ് സ്പിയർ, അല്ലെ ആരോഗ്രാസിൻ്റെ ഒരു പ്രത്യേകിച്ച് സ്റ്റിക്ക് ടു ക്ലോത്ത്, വസ്ത്രങ്ങളിൽ ഒട്ടിപ്പിടിക്കും. ആൻഡ് ഗെറ്റ് കാരിഡ് ടു ഡിസ്റ്റന്റ് പ്ലേസ്, അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എത്തിപ്പെടും. ജന്തുക്കളുടെ രോമങ്ങളിൽ ഒട്ടിപ്പിടിക്കും. സ്റ്റിക്ക് ടു ക്ലോത്ത്സ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിന് കൂർത്ത ഭാഗങ്ങളുണ്ട്, അതുകൊണ്ട് അതെന്താണ് സ്റ്റിക്ക് ടു ക്ലോത്ത്സ് ഓർ ആനിമൽസ് ബോഡീസ്. മൃഗങ്ങളുടെ ശരീരങ്ങളിലൊക്കെ അത് ഒട്ടിപ്പിടിക്കും. അങ്ങനെയാണ് അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നത്, എത്തിപ്പെടുന്നത്. ഇവിടെയുണ്ട് ഇതാ ഹുക്സ് ടു സ്റ്റിക്ക് ഓൺ ദ ബോഡീസ് ഓഫ് ആനിമൽ. ഇതും ഒരു ഉത്തരമാണ്. ഹുക്സ്, ആരോഗ്രാസിൻ്റെ മറ്റൊരു ഉത്തരം എന്ന് വെച്ചാൽ ഇതാണ്, ഹുക്സ് ടു സ്റ്റിക്ക് ഓൺ ദ ബോഡീസ് ഓഫ് ആനിമൽസ്. മൃഗങ്ങളുടെ ശരീരത്ത് ഒട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ കൊളുത്തിപ്പിടിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ ഉണ്ട് ആരോഗ്രാസ്. അതും എഴുതാം. ഇനി വിച്ച് അമംഗ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ഡിസ്പേഴ്സസ് സീഡ് ത്രൂ വാട്ടർ. വെള്ളത്തിലൂടെ പോകുന്ന വിത്ത് വിതരണം നടത്തുന്നത് ഏതൊക്കെയാണ്? സ്ക്രൂ പൈൻ, ആറ്റ് കൈത. കൈത വെള്ളത്തിലൂടെയാണോ? കൈത വെള്ളത്തിലൂടെയല്ല. പിന്നെയോ ഫിഗ്, അത്തിപ്പഴം. അത്തിപ്പഴം പക്ഷികൾ വഴിയാണ്. മാംഗോ ട്രീസ്, മാങ്ങാണ്ടി വെള്ളത്തിലൂടെയല്ല, പക്ഷികളൊക്കെയാണ്. കോക്കനട്ട് ട്രീ, തെങ്ങ്. തെങ്ങ് എങ്ങനെയാണ്? തെങ്ങാണ് ഇതിൻ്റെ ശരീരത്തിൽ. തേങ്ങ വെള്ളത്തിലൂടെ ഒഴുകി പോകാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന് കുറേ അഡാപ്റ്റേഷൻ ഉണ്ട്. വെള്ളത്തിൽ കുറേ നാൾ കിടന്നാലും ചീഞ്ഞു പോകില്ല. അതുപോലെ അതിന് പെട്ടെന്ന് ആഘാതം ഏൽക്കില്ല, അല്ലേ? ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ദേ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ, വെള്ളത്തിൽ അത് പൊന്തിക്കിടക്കും. അതുപോലെ ദേ ഡോണ്ട് ഡിക്കേ ഈവൻ വെൻ ദേ ആർ ഇൻ വാട്ടർ ഫോർ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നാലും അതെന്താണ്, ചീഞ്ഞു പോകില്ല. സീഡ്സ് ഫോൾ ഓൺ ഡിസ്റ്റന്റ് പ്ലേസസ് വെൻ ദ ഫ്രൂട്ട്സ് ലേഡീസ് ഫിംഗർ ബ്ലാസ്റ്റ്. ഓക്കെ, അതല്ല. സീഡ് ഡിസ്പേഴ്സ് ത്രൂ വാട്ടർ ഹാവ്. വെള്ളത്തിലൂടെയുള്ളതിന് പ്രത്യേകത, അത് കുറച്ച് നാൾ വെള്ളത്തിൻ്റെ അകത്ത് കിടന്നാലും ചീഞ്ഞു പോകരുത്, വെള്ളത്തിൽ പൊന്തി കിടക്കണം. അങ്ങനെയുള്ളത് ഇവിടെയുള്ളത് കോക്കനട്ട് ട്രീയുടെ തേങ്ങയാണ് ഇവിടെയുള്ള, തെങ്ങാണ് ഇവിടെയുള്ള കറക്റ്റായ ഉത്തരം. മാംഗോ ട്രീ എന്നൊക്കെ പറയുന്നത് മാങ്ങയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നു. അത്തിപ്പഴം എന്ന് വെച്ചാൽ ഒരു ദിവസം പോലെ വേണം. സ്ക്രൂ പെയിൻ അതുപോലെ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം കോക്കനട്ട്. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 3യുടെ ഉത്തരങ്ങൾ. ടേബിൾ ഫില്ല് ചെയ്തു നമ്മൾ. ഇതിന് രണ്ടിൻ്റെ അഡാപ്റ്റേഷൻ നമുക്ക് മനസ്സിലാക്കി. അതുപോലെ ഇതിൻ്റെ ഉത്തരം 4ാമത്തെയാണ് മനസ്സിലാക്കി. ഇനിയാണ് ആക്ടിവിറ്റി 4. ആക്ടിവിറ്റി 4 എന്താണെന്ന് നോക്കിക്കേ. എ പിക്ചർ ഡ്രോൺ ബൈ ചൈൽഡ്, ഒരു കുട്ടി വരച്ച ഒരു ചിത്രമാണിത്. റിലേറ്റഡ് ടു ദ ഇമേജ് ഫോർമേഷൻ ഇൻസൈഡ് ഐ ഈസ് ഗിവൺ ബിലോ. കണ്ണിലൊന്നിൽ ഉണ്ടാകുന്ന ഒരു പ്രതിബിംബത്തെ അഭിമുഖീകരിച്ച് ചിന്തിച്ച് കണ്ണിനുള്ളിൽ പ്രതിബിംബം രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി വരച്ച ചിത്രമാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്.
ഇവിടെ ഹാൻഡ് ലെൻസ് ഉണ്ട്. ഇതാണ് യഥാർത്ഥ ഒബ്ജക്റ്റ്, ഇതാണ് ഇമേജ്. ഫൈൻഡ് ഔട്ട് ദ മിസ്റ്റേക്ക് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് ഓൺ. ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് ആ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചത്. ഒന്നാമത്തെ മിസ്റ്റേക്ക്, ഈ ഇമേജിൻ്റെ അതേ സൈസിലാണ് ഇവിടെ വരുന്നത്. യഥാർത്ഥത്തിൽ കണ്ണിൽ എങ്ങനെയാണ് വരിക? അപ്പോൾ ഇമേജ് എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും അല്ലേ? വളരെ ചെറിയ ഇമേജ് ആയിരിക്കും. അതിൻ്റെ ഈ ഇമേജ് പോലെ തന്നെയാണോ ഇൻവേർട്ടർ വരിക? അല്ല, ഇവിടെ വരിക അല്ല, ഇൻവേർട്ടഡ് ആയിരിക്കും, തലതിരിഞ്ഞായിരിക്കും വരിക. അങ്ങനെ ഒന്ന് ചെറുതുമായിരിക്കും, ഒന്ന് ഇൻവേർട്ടഡും ആയിരിക്കും. അതിനെക്കുറിച്ച് കൃത്യം പേജ് നമ്പർ 87 കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടോ? ഇവിടുത്തെ ഈ മെഴുകുതിരിയേക്കാളും ചെറുതുമായിരിക്കും, അതുപോലെ തലതിരിഞ്ഞതുമായിരിക്കും അല്ലേ? തലതിരിയാൻ ഇവിടെ പറയുന്നുണ്ട്, ലെൻസ് അവർ ഐസ് വെൽ ദ ലെൻസ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈ സി വിത്ത് അവർ ഐസ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? സ്മോൾ ആൻഡ് ഇവിടുത്തെ തെറ്റുകൾ എന്തൊക്കെയാണ്? ഫൈൻഡ് ഔട്ട് ദ മിസ്റ്റേക്ക് ഇൻ ദ പിക്ചർ. എന്തെല്ലാം തെറ്റുകൾ ഉണ്ടെന്ന് എഴുതുക. എന്താണ് തെറ്റുകൾ? സ്മോൾ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. സ്മോൾ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും അതിൻ്റെ മിസ്റ്റേക്ക്. ഇവിടെ സ്മോളും അല്ല ഇൻവേർട്ടഡും അല്ല എന്നുള്ളത്. വാട്ട് ഇൻഫർമേഷൻ ഡു വി ഗെറ്റ് ആൻ ഒബ്ജക്റ്റ് ത്രൂ ദ ഐസ്? കണ്ണുകൾ ഒരു വസ്തുവിനെ കുറിച്ചുള്ള എന്തെല്ലാം അറിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്? കണ്ണിലൂടെ കിട്ടുന്ന അറിവുകൾ എന്തൊക്കെ? ഇൻഫർമേഷൻ ത്രൂ ഐസ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 56 എന്തൊക്കെയാണ്? ലുക്ക് അറ്റ് ദ നമുക്ക് വാട്ട് ടൈപ്പ്, ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹൗ ഫാർ, എത്ര ദൂരമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹൗ ടോൾ, എത്ര ഉയരമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹൗ തിക്ക്, അതിൻ്റെ വണ്ണം മനസ്സിലാക്കാൻ പറ്റും. വാട്ട് കളർ, അതിൻ്റെ കളറുകൾ മനസ്സിലാക്കാൻ പറ്റും. ദ ഷേപ്പ് ഓഫ് ദി ലീവ്സ്, ഷേപ്പുകൾ മനസ്സിലാക്കാൻ പറ്റും. കളറ്, സൈസ്, വലിപ്പം, ഡിസ്റ്റൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ണിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കളറ് മനസ്സിലാക്കാൻ പറ്റും, വണ്ണം മനസ്സിലാക്കാം, ഉയരം മനസ്സിലാക്കാം, അതുപോലെ അതിൻ്റെ ദൂരം മനസ്സിലാക്കാം, ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കാം, ഏത് ഷേപ്പാണെന്ന് മനസ്സിലാക്കാം അല്ലേ? അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമായി. ഇനി മറ്റൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വെൻ വി ലുക്ക് അറ്റ് ദ ഒബ്ജക്ട്സ്, നമ്മളൊരു ഒബ്ജക്ട്സിനെ നോക്കിയാൽ ദ ഇമേജ് ഫോൾസ് ഓൺ, ആ ഇമേജ് എവിടെയാണ് ഫോൾസ് ആകുന്നത്? ഇവിടെ കൃത്യമായിട്ട് പേജ് നമ്പർ 87 പറയുന്നുണ്ട് ഇമേജ് എവിടെയാണ്. ബട്ട് ഇൻ ദ വേ ഐ, ഇൻ ദ ഐ ദ ഇൻവേർട്ടഡ് ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ സ്ക്രീൻ ആസ് നോൺ ആസ് റെറ്റിന. എവിടെയാണ്? റെറ്റിനയിൽ. ദ ഇൻവേർട്ടഡ് ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ സ്ക്രീൻ ഈസ് നോൺ ആസ് റെറ്റിന. റെറ്റിനയിലാണ് പതിയുക എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? ദ ലെൻസ് ആൻഡ് റെറ്റിന. ലെൻസിലും റെറ്റിനയിലും, ലെൻസിലും റെറ്റിന രണ്ടിടത്തുണ്ടാകുന്നുണ്ട്, അത് തെറ്റാണ്. ദ ബ്രെയിൻ ആൻഡ് ദ ലെൻസ്, തലച്ചോറിലും ലെൻസിലും ഉണ്ടാകുന്നുണ്ട്, അങ്ങനെയും പഠിച്ചിട്ടില്ല നമ്മൾ, അത് തെറ്റാണ്. പിന്നെ ദ ബ്രെയിൻ ആൻഡ് ദ റെറ്റിന, തലച്ചോറിലും റെറ്റിനയിലും രണ്ടിടത്തുണ്ടാകുന്നുണ്ട്, അതും തെറ്റാണ്. ഒള്ളി ഓൺ ദ റെറ്റിന, അതാണ് ശരി. ഒള്ളി ഓൺ ദ റെറ്റിനയിൽ മാത്രമാണ് ഈ റിഫ്ലക്റ്റഡ് ഇമേജ് എന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് ഇൻവേർട്ടഡ് ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ സ്ക്രീൻ ആസ് നോൺ ആസ് റെറ്റിന. റെറ്റിനയിൽ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ? ഈ പ്രതിബിംബം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഇവിടെ നമുക്ക് വളരെ അതിൻ്റെ സ്മോളും ഇൻവേർട്ടഡും ആയിരിക്കും അതിൻ്റെ പ്രതിബിംബം. പിന്നെ ഇവിടെ എന്താണ്? നമുക്ക് കളറ് മനസ്സിലാക്കാൻ പറ്റും, സൈസ് മനസ്സിലാക്കാൻ പറ്റും, ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റും, ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ പറ്റും, പിന്നെ അതിൻ്റെ തിക്നെസ് മനസ്സിലാക്കാൻ, അതിൻ്റെ വണ്ണം മനസ്സിലാക്കാൻ പറ്റും, പിന്നെയോ ഡിസ്റ്റൻസ്, ഷേപ്പ്, സൈസ്, പിന്നെ അതിൻ്റെ ഹൈറ്റ് മനസ്സിലാക്കാൻ പറ്റും, ഉയരം മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അങ്ങനെ പല കാര്യങ്ങൾ കാഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലേതെങ്കിലുമൊക്കെ എഴുതിയാൽ നമുക്ക് ഈ ആക്ടിവിറ്റി 4ൻ്റെ ഉത്തരം ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. ആക്ടിവിറ്റി 5 ഫിലമെൻ്റ് ലെസ് കേരള.
ഫിലമെൻ്റ് രഹിത കേരളം എന്നാണ്. ഫിലമെൻ്റ് ബൾബ് ഇല്ലാത്തൊരു കേരളം. ഈസ് എ പ്രൊജക്റ്റ് ബീങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ കേരള. ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. There are people still using filament bulbs only. ഇപ്പോഴും ഫിലമെൻ്റ് ബൾബുകൾ മാത്രം ഉപയോഗിക്കുന്ന ചിലരെ നാട്ടിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഫിലമെൻ്റ് ഇല്ലാത്ത ബൾബ് ഇപ്പം CFL ആയിരുന്നു, ഫിലമെൻ്റ് ഒഴിവാക്കി CFLിലേക്ക് മാറി. അതിനേക്കാളും സുരക്ഷിതമായ LED ആണിപ്പം എല്ലായിടത്തും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് to show how filament bulb consumes more electrical energy. ഇപ്പോൾ ഇവിടെ ഫിലമെൻ്റ് ബൾബുകൾ വൈദ്യുതി പാഴാക്കുന്നത് എങ്ങനെയെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു പരീക്ഷണം എഴുതുക. അപ്പോൾ നമ്മളോട് ഫിലമെൻ്റ് ബൾബ് പാഴാക്കുന്ന ഒരു പരീക്ഷണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 65-ാമത്തെ പേജിൽ കണ്ടു. ഫിലമെൻ്റ് ബൾബും തെർമോമീറ്ററും CFL ബൾബും തെർമോമീറ്ററും വെച്ചൊരു പരീക്ഷണമുണ്ട്. പിന്നെ ആ ഷോൺ ഇൻ ഫിഗർ എ, ചിത്രം എയിൽ കാണിച്ചതുപോലെ, ഹോൾഡ് എ തെർമോമീറ്റർ നിയർ ദ ഇലുമിനേറ്റഡ് ഫിലമെൻ്റ് ബൾബ്. ഇതുപോലത്തെ ഒരു ബൾബ് കത്തിച്ചിട്ട് തെർമോമീറ്റർ അതിന് സമീപത്ത് പിടിക്കുക. നോട്ട് ഡൗൺ ദ തെർമോമീറ്റർ റീഡർ. എന്നിട്ട് അതിൻ്റെ തെർമോമീറ്ററിൻ്റെ റീഡർ നമ്മൾ എഴുതി വെക്കുക. അടുത്ത പേജെടുത്ത് ഞാൻ കാണാം. ആഫ്റ്റർ ദ തെർമോമീറ്റർ അറ്റൈൻസ് റൂം ടെമ്പറേച്ചർ. അതിനുശേഷം തെർമോമീറ്റർ സാധാരണ ഒരു താപനിലയിലേക്ക് എത്തിയതിന് ശേഷം, അതിനെ കൂളാക്കിയതിന് ശേഷം, ഹോൾഡ് ഇറ്റ് നിയർ ആൻ ഇലുമിനേറ്റഡ് ഫ്ലൂറസെൻ്റ് ബൾബ്, CFL ബൾബ്. അതിനുശേഷം CFL ബൾബ് കത്തിച്ചിട്ട് അതിൻ്റെ സമീപത്ത് വെക്കുക. ആ ഷോൺ ഇൻ ഫിഗർ ബി, നമ്മുടെ ചിത്രം ബിയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതാണ് ബി. CFL ബൾബിന് കത്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തെർമോമീറ്റർ സമീപത്ത് പിടിക്കുക. എന്നിട്ടോ നോട്ട് ഡൗൺ ദ തെർമോമീറ്റർ റീഡിങ്. എന്നിട്ട് അതിന് തെർമോമീറ്റർ റീഡിങ് എന്ന് എഴുതി വെക്കുക. വിച്ച് ബൾബ് റിലീസ് മോർ ഹീറ്റ്? ഏത് ബൾബിലായിരിക്കും ചൂട് കൂടുതൽ? ഫിലമെൻ്റ് ബൾബിനായിരിക്കും ചൂട് കൂടുതൽ. ദ പർപ്പസ് ഓഫ് എ ബൾബ് ഈസ് ടു പ്രൊഡ്യൂസ് ലൈറ്റ്. യഥാർത്ഥത്തിൽ ബൾബിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചം തരിക എന്നതാണ്. വെൻ ദ ബൾബ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ്, പക്ഷേ ബൾബിൽ നിന്നും ചൂട് വരുമ്പോൾ ഇറ്റ് കോസ് ലോസ് ഓഫ് എനർജി. അത് ആണ് സംഭവിക്കുന്നത്, ലോസ് ഓഫ് എനർജി, ഇലക്ട്രിക്കൽ എനർജി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു എക്സ്പെരിമെൻ്റ് ബൾബാണ് എന്താണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പം ഫിലമെൻ്റ് ബൾബ് കത്തുന്നതിൻ്റെ കൂടെ ഹീറ്റ് എനർജിയും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇലക്ട്രിക്കൽ എനർജി നഷ്ടപ്പെടും. CFL ബൾബിൽ ലൈറ്റ് എനർജി മാത്രമേ വരികയുള്ളൂ, ഹീറ്റ് എനർജി ഇല്ല. ദെയർഫോർ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി നഷ്ടപ്പെടുന്നില്ല. ഇനി ഒബ്സർവ് ദ കൺസപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ 2 ഹൗസസ്. 2 വീടുകളിലെ വൈദ്യുതി ഉപയോഗമെന്ന് ശ്രദ്ധിക്കുക. ഹൗസ് 1, സ്വിച്ചിങ് ഓഫ് TV ആൻഡ് ഫാൻ വൈൽ ലീവിങ് ദ റൂം. കാഴ്ചക്കാർ എഴുന്നേറ്റ് പോകുമ്പോൾ TV, ഫാൻ എന്നിവ ഓഫ് ആക്കുന്നു. അതൊരു നല്ലൊരു കാര്യമാണ്. ആളില്ലെങ്കിൽ TV എല്ലാം ഓഫ് ആക്കും. അടുത്ത, ഓപ്പണിംഗ് ദ ഫ്രിഡ്ജ് ഫ്രീക്വൻലി ടു ടേക്ക് തിങ്സ്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഫ്രിഡ്ജ് തുറന്നിട്ട് സാധനം എടുക്കുന്നു. അതൊരു രീതിയല്ല. അങ്ങനെ എടുത്താൽ കറണ്ട് ബില്ല് കൂടും. നോട്ട് യൂസിങ് ഫാൻ ആൻഡ് ലൈറ്റ് വെൻ ദർ ഈസ് നോ വൺ ഇൻ ദ റൂം. ആളില്ലാത്ത മുറികളിൽ ഫാനോ ലൈറ്റോ പ്രവർത്തിക്കുന്നില്ല. ആളില്ലേ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നല്ല കാര്യമാണ്. യൂസസ് വാട്ടർ പമ്പ് ഫ്രീക്വൻലി ടു പുൾ വാട്ടർ. കൂടെ മോട്ടോർ പ്രവർത്തിച്ച് വെള്ളം എടുക്കണം. തോന്നുമ്പോഴൊക്കെ മോട്ടർ ഇടുന്നത് നല്ലൊരു ശീലമല്ല. ഇപ്പോൾ ഹൗസ് 1കാർക്ക് 2 നല്ല ശീലവും 2 മോശം ശീലവും ഉണ്ട്. ഹൗസ് 2കാർ എങ്ങനെ ആക്കാം? ഈച്ച് വൺ ഇൻ ദ ഫാമിലി അയൺ ക്ലോത്ത്സ് ഇൻ ഡിഫറെൻറ്റ് ടൈം. ഓരോരുത്തരും ആവശ്യമുള്ള വസ്ത്രങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ ഇസ്തിരി ഇടുന്നു. വ്യത്യസ്ത സമയങ്ങളിൽ ഇസ്തിരി ഇടുന്നത് ഒരു നല്ല ശീലമല്ല. ഒരുമിച്ചിടണം, എന്നാലേ കറണ്ട് ലാഭിക്കാൻ പറ്റുകയുള്ളൂ. യൂസസ് വാട്ടർ പമ്പ്സ് വൺസ് ഇൻ എ ഡേ.
ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം മോട്ടോർ പ്രവർത്തിച്ച് വെള്ളം ഒഴുകും. ആവശ്യത്തിനുള്ളത് ഒറ്റയടിക്ക് മോട്ടോർ ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് ലാഭിക്കാം. അല്ലേ? അവോയ്ഡ് ഓപ്പണിംഗ് ദ ഫ്രിഡ്ജ് ഫ്രീക്വൻലി ആൻഡ് സ്വിച്ച് ഓഫ് ദ ഫ്രിഡ്ജ് അറ്റ് നൈറ്റ് ടു. അടിക്കടി ഫ്രിഡ്ജ് തുറക്കുന്നത് ഒഴിവാക്കുന്നു, ഒപ്പം രാത്രിയിൽ ഫ്രിഡ്ജ് ഓഫാക്കിയും കൂടി ഇടുന്നു. അപ്പോൾ കറണ്ട് സേവ് ചെയ്യും. അതും ഒരു നല്ലൊരു കാര്യമാണ്. വിൽ നോട്ട് സ്വിച്ച് ഓഫ് TV ആൻഡ് ഫാൻ വൈ ലിവിങ് ദ റൂം. അതായത് കാഴ്ചക്കാർ എഴുന്നേറ്റ് പോകുമ്പോൾ TV, ഫാൻ, ലൈറ്റ് തുടങ്ങി ഓഫാക്കാറില്ലേ കറണ്ട് പോകും. ഇവർക്കും രണ്ട് നല്ല കാര്യവും രണ്ട് മോശം കാര്യങ്ങളുമാണ് ഇവിടെയുള്ളത്. അനലൈസ് ദ കൺസപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ദീസ് 2 houses. 2 വീട്ടിലെയും വൈദ്യുതി ഉപയോഗം വിശകലനം ചെയ്യുക. ഗീവ് സം സജഷൻസ് ടു ദ മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഹൗസ് ടു മിനിമൈസ് ദ ഇലക്ട്രിസിറ്റി ബിൽ. വൈദ്യുതി ബില്ല് കുറയ്ക്കാനായി ഓരോ വീട്ടുകാർക്കുമുള്ള നിർദ്ദേശങ്ങൾ എഴുതുക. ഓരോ വീട്ടുകാർക്കുമുള്ള നിർദ്ദേശം വെച്ചാൽ ഹൗസ് 1കാരോട് ഇതൊക്കെയാണ്. ഓപ്പണിംഗ് ഫ്രിഡ്ജ് ഫ്രീക്വൻലി ടു ടേക്ക്. ഇത് പാടില്ല. അപ്പോൾ ഹൗസ് 1കാരോട് നമുക്ക് ഇത് പറയാം. എന്താണ്? അവോയ്ഡ് ഓപ്പണിംഗ് ഫ്രിഡ്ജ് ഫ്രീക്വൻലി ആൻഡ് സ്വിച്ച് ഓഫ് ദ ഫ്രിഡ്ജ് അറ്റ് നൈറ്റ് ടു. അപ്പോൾ അവരോട് ഹൗസ് 1കാരോട് ഈ ഒരു സ്വഭാവം മാറ്റി നമ്മൾ ഇവരുടെ ഹൗസ് 2കാരുടെ ഈ സ്വഭാവം ഉപയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കറണ്ട് ബില്ല് അവർക്ക് ലാഭമായി. പിന്നെ യൂസ് വാട്ടർ പമ്പ് ഫ്രീക്വൻലി ടു പുൾ വാട്ടർ. അവർ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്, അതുകൊണ്ട് അതും പാടില്ല. ഹൗസ് 1കാരോട് പറയണം, ഹൗസ് 2കാർ ഇങ്ങനെ യൂസ് വാട്ടർ പമ്പ് വൺസ് ഇൻ എ ഡേ. അപ്പോൾ ഇതും കൂടി ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ 4 കാര്യം നല്ലതായിട്ട് വരും. ഇവരുടെ 2 കാര്യം കൂടി ഇങ്ങോട്ടേക്ക് ചേർന്നാൽ ഹൗസ് 1ന് ഒത്തിരി ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ പറ്റും. ഹൗസ് 2കാർ ചെയ്യുന്നത് വെച്ചാൽ ഈച്ച് വൺ ഇൻ ദ ഫാമിലി അയൺസ് ക്ലോത്ത് ഡിഫറെൻറ്റ് ടൈം. അവിടെ ഈച്ച് വൺ ഫാമിലി അയൺ ക്ലോത്ത്സ് ഡിഫറെൻറ്റ് ടൈം എന്നുള്ളത് മാറ്റി എന്താക്കണം? അറ്റ് എ ടൈം. അറ്റ് ഇവിടെയുണ്ട്, എ ടൈം. എല്ലാവരും ഒരു സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ കറണ്ട് ബില്ല് ലാഭിക്കാം. ഒറ്റ ടൈമിൽ. ഡിഫറെൻറ്റ് ടൈം എന്നുള്ളത് എ ടൈം. ഓക്കെ, ബാക്കി ഇത് രണ്ടും ഓക്കെ ആണ്. പിന്നെയുള്ള വിൽ നോട്ട് സ്വിച്ച് ഓഫ് TV ആൻഡ് ഫാൻ വൈ ലിവിങ് ദ റൂം. അപ്പം കാഴ്ചക്കാരില്ലെങ്കിൽ അവർ സ്വിച്ച് ഓഫ് ചെയ്യല്ല. അത് 1ാമത്തെ ഹൗസുകാരുടെ ഈ ഒരു നല്ല ശീലം ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ മതി. എന്ത് ചെയ്യേണ്ടത്? സ്വിച്ച് ഓഫ് TV ആൻഡ് ഫാൻ വൈ ലിവിങ് ദ റൂം. അതും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവനും റെഡിയായി. ഇത് രണ്ടും ഓക്കെയാണ്. പിന്നെ ഇത് ടൈം ആയി കഴിഞ്ഞാൽ അതും ഓക്കെയാണ്. അപ്പോൾ ഇത് 4 ആക്കി കഴിഞ്ഞാൽ 2 വീട്ടുകാർക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റും. അടുത്തത് നെയിം 1 ഗ്യാഷ്യസ് ഫ്യൂവൽ. ഏതെങ്കിലും ഒരു ഗ്യാഷ്യസ് ഫ്യൂവലിൻ്റെ പേര് പറയാനാണ്. ഗ്യാഷ്യസ് ഫ്യൂവൽ ഏതൊക്കെയാണ് നമുക്കറിയാം. ഹൈഡ്രജൻ ഉണ്ട്, LPG, CNG, ഇതൊക്കെ ഗ്യാസാണ് അല്ലേ. ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഹൈഡ്രജൻ അതൊരു ഗ്യാസാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഓർമ്മ എഴുതിയാൽ നെയിം 1 ഗ്യാഷ്യസ് ഫ്യൂവൽ. ഗ്യാഷ്യസ് ഫ്യൂവലായിട്ടുള്ള ഒരു ഇന്ധനത്തിന്, ഒരു വാതക ഇന്ധനത്തിൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ആക്ടിവിറ്റി 5 നമ്മളിവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 6 നോക്കാം. ആക്ടിവിറ്റി 6 പറയുന്നത് following are some information about a survey conducted by the students as part of a program named A Basket Full of Vegetable organized by the Science Club. സ്കൂളിലെ സയൻസ് ക്ലബ്ബ് നടപ്പിലാക്കിയ ഒരു കുട്ടിക്ക് ഒരു കൂട പച്ചക്കറി, എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് വെജിറ്റബിൾസ്, ഒരു കുട്ടിക്ക് ഒരു കൂട പച്ചക്കറി എന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ നടത്തിയ സർവേയുടെ വിവരങ്ങൾ അടങ്ങിയ പട്ടികയാണ് ഈ താഴെ തന്നിരിക്കുന്നത്. ഈ പട്ടിക അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഈ ടേബിൾ നമ്മൾ പഠിക്കണം, എന്നിട്ട് നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. തിങ്സ് ഡൺ ബൈ ചിൽഡ്രൻ ഫാർമേഴ്സ്. കുട്ടി കർഷകർ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ക്വാളിറ്റി സീഡ്സ് ഹാസ് ബീൻ സെലക്റ്റഡ്. അപ്പോൾ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവരിവിടെ. അങ്ങനെയുള്ളത് എത്ര കുട്ടികളുണ്ടെന്ന് നോക്കുന്നു. പ്രിപ്പേഴ്സ് വെൽ ഡ്രെയിൻഡ് ആൻഡ് ഫെർട്ടൈൽ സോയിൽ.
വളക്കൂറുള്ളതും വെള്ളം കെട്ടി കിടക്കാത്തതുമായ മണ്ണൊരുക്കിയിട്ടുണ്ട്. അങ്ങനെ എത്ര കുട്ടികൾ നോക്കാം. സീഡ്സ് ആർ പ്ലാന്റഡ് അറ്റ് എ ഡിസ്റ്റൻസ്. സസ്യങ്ങൾ അകലം പാലിച്ച് നട്ടിട്ടുണ്ടോ? പ്രോപ്പർ വാട്ടറിങ്, ആവശ്യമായ രീതിയിൽ നനയ്ക്കാറുണ്ടോ? പ്രോപ്പർ മാനറിങ്, ശരിയായ വളപ്രയോഗം നടത്തുന്നുണ്ട്. കൺട്രോളിങ് ഓഫ് പെറ്റ്സ് ആൻഡ് വീഡ്സ്, കീടങ്ങളെയും കളകളെയും നിയന്ത്രിക്കുന്നുണ്ട്. പുല്ലൊക്കെ പറിച്ചു കളയുന്നുണ്ടോ നോക്കാം. ഇവിടെ ചൈൽഡ് ഫാർമർ ഒന്നാമത്തവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? 3 കാര്യങ്ങൾ അവൻ ശരിയായി ചെയ്യുന്നുണ്ട്, 3 കാര്യങ്ങൾ തെറ്റാണ്. അതായത് അവൻ ക്വാളിറ്റിയുള്ള സീഡ് എടുത്തു, സീഡ്സ് ആർ പ്ലാന്റഡ് അറ്റ് എ ഡിസ്റ്റൻസ്, അത് ദൂരത്തിൽ നട്ടു, പ്രോപ്പർ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത്രയും അവൻ ചെയ്യുന്നുള്ളൂ. ചൈൽഡ് ഫാർമർ 2 ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നു, എല്ലാം തെറ്റാണ്. ചൈൽഡ് ഫാർമർ 3 എല്ലാം ടിക്ക് മാർക്കാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് ചൈൽഡ് ഫാർമർ 3. കുട്ടി കർഷകൻ ചൈൽഡ് ഫാർമർ 4 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ക്വാളിറ്റിയുള്ള സീഡ് അവൻ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോപ്പർ മാനറിങ്, വളവും കൊടുക്കുന്നുണ്ട്. ചൈൽഡ് ഫാർമർ 6 എന്താണ്? കുട്ടി കർഷകൻ 6 3 കാര്യം ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? സീഡ്സ് ആർ പ്ലാന്റഡ് അറ്റ് എ ഡിസ്റ്റൻസ്. അപ്പോൾ സീഡ്സ് ആർ പ്ലാന്റഡ് ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അകലത്തിൽ വിത്തുകൾ നടുന്നുണ്ട്, അതുപോലെ പ്രോപ്പർ വാട്ടറിങ്, വെള്ളം നനയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ പുല്ലൊക്കെ പറിച്ച് കളകളൊക്കെ പറിച്ച് കളയുന്നുണ്ട്, കീടനാശിനിയൊക്കെ അടിക്കുന്നുണ്ട്. ഇത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചോദ്യം, വിച്ച് among these child farmers has done vegetable farming in the best manner? ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പച്ചക്കറി കൃഷി നടത്തിയിരിക്കുന്നത് ഏത് കുട്ടി കർഷകനാണ് എന്ന് കണ്ടെത്തി. ഇവിടെ ഫാർമർ 3 ആണ്, എല്ലാം ടിക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അവനാണ് നല്ല രീതിയിൽ ചൈൽഡ് ഫാർമർ 3, കുട്ടി കർഷകൻ 3 ആണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിരിക്കുന്നത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫാർമർ ഹു കൾട്ടിവേറ്റ്സ് വെജിറ്റബിൾ സയൻറ്റിഫിക്കലി? ശാസ്ത്രീയമായ ഒരു പച്ചക്കറി കൃഷി ചെയ്ത കർഷകനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാം എന്നുള്ളത്. അപ്പം നമ്മളത് നേട്ടങ്ങളെക്കുറിച്ച് ഇവിടെ 56-ാമത്തെ പേജിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇഫ് യു ഡു ദീസ് വാട്ട് ആർ ദ ബെനഫിറ്റ്സ് വി വിൽ ഹാവ്? നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡിഷസ് വിത്ത് ബെറ്റർ വെജിറ്റബിൾ, നമുക്ക് കഴിക്കാൻ ഏറ്റവും നല്ല പച്ചക്കറികൾ കിട്ടും. നോളജ് അബൌട്ട് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് വെജിറ്റബിൾ കൾട്ടിവേഷൻ, നമുക്ക് പല പച്ചക്കറിയുടെ ആ ചെടിയുടെ പല പല അവസ്ഥകൾ, വളരുന്ന രീതികൾ, അത് പറിച്ചെടുക്കുന്ന രീതി, അതിൻ്റെ പൂക്കൾ, തണ്ട്, ഇലകൾ, അങ്ങനെയുള്ള പല പല അറിവുകൾ നമുക്ക് ലഭിക്കും. പെസ്റ്റിസൈഡ്സ് ഫ്രീ വെജിറ്റബിൾസ്, കീടനാശിനി അടിക്കാത്ത വെജിറ്റബിൾ നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കും. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫൈനാൻഷ്യൽ ഗെയിൻസ്, അതുപോലെ നല്ലൊരു കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കുറേ പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും, അതുപോലെ നമുക്ക് വരുമാനം ഉണ്ടാക്കാനും അങ്ങനെ സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്തത് എന്താണ്? വാട്ട് ആർ ദ സജഷൻസ് ദാറ്റ് ക്യാൻ ബി ഗിവൺ ദ ചൈൽഡ് ഫാർമർ ഹു ഡിഡ് നോട്ട് ഗെറ്റ് ബെറ്റർ yields? അതായത് മെച്ചപ്പെട്ട വിളവ് ലഭിക്കാത്ത കർഷകർക്ക് വിളവ് മികച്ചതാക്കാൻ നൽകാവുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെ? അപ്പോൾ നല്ലൊരു പച്ചക്കറി കൃഷി നടത്താൻ വേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെ? അത് നമ്മുടെ പേജ് നമ്പർ 56 തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ടേക്കൻ കെയർ വൈൽ മേക്കിംഗ് എ വെജിറ്റബിൾ ഗാർഡൻ? ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? സീഡ് ഷുഡ് ബി ഓഫ് ഹൈ ക്വാളിറ്റി, വിത്ത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. സോയിൽ ഷുഡ് ബി ഫെർട്ടൈൽ ആൻഡ് ഷുഡ് ഹാവ് ഗുഡ് ഡ്രൈനേജ്, നല്ല വെള്ളം പോകുന്ന, അതുപോലെ നല്ല വളക്കൂറുള്ള മണ്ണുള്ള സ്ഥലത്ത് വേണം നടാൻ. സൺലൈറ്റ് ഷുഡ് ബി അഡിക്വേറ്റ്, ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കണം. അതുപോലെ തന്നെ സഫിഷ്യൻറ്റ് വാട്ടർ ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ, ആവശ്യത്തിന് വെള്ളം കൊടുത്തിരിക്കണം. പ്രോപ്പർ മാനറിങ്, വളം നല്ല കൃത്യസമയത്ത് കൊടുക്കണം. പെസ്റ്റ് കൺട്രോൾ,
കീടങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യണം, വീട് കൺട്രോൾ, കളകളൊക്കെ പറിച്ചു കളയണം, എക്സെട്ര ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ്. അതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ 56-ാമത്തെ പേജ് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നല്ലൊരു വെജിറ്റബിൾ കൃഷി ചെയ്യാൻ ഇവിടെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരം തന്നെയാണ്. ക്വാളിറ്റി ഹാസ് ബി സെലക്റ്റഡ്. ഗുഡ് ക്വാളിറ്റി വേണം, അതുപോലെ ഡ്രെയിനേജ് നല്ല ഫെർട്ടൈൽ വളക്കൂറുള്ള മണ്ണ്, സീഡ്സ് പ്ലാന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ദൂരത്തിൽ നടണം, പ്രോപ്പർ വാട്ടറിങ് നന്നായിട്ട് വെള്ളം ഒഴിക്കണം, പ്രോപ്പർ മാനുവറിങ് കറക്റ്റായിട്ട് വളം കൊടുക്കണം, കൺട്രോളിങ് പെറ്റ്സ് ആൻഡ് വീഡ്സ്. ഈ ഒരു കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം കൃത്യമായി ചെയ്യുന്ന കുട്ടിക്ക് നല്ല രീതിയിൽ നല്ലൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാൻ സാധിക്കും. മെച്ചപ്പെട്ട വിളവ് ലഭിക്കും ആ കുട്ടി കർഷകന്. അപ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഉത്തരം ഒന്നിക്കൽ അത് എഴുതുക. അത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റി 6 നമുക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 7 നോക്കാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 7 നോക്കിയാൽ ലുക്ക് അറ്റ് ദ കാർട്ടൂൺ. ഇവിടെ ഒരു കാർട്ടൂൺ കാണിക്കുന്നുണ്ട്. എന്താണ് കാർട്ടൂൺ? വൈ ഡിഡ് യു കം ഏർലി ആഫ്റ്റർ ദ ഗെയിം? നീ കളി കഴിയുന്നതിന് മുമ്പേ, മോനെന്താ കളി കഴിയുന്നതിന് മുമ്പേ നേരത്തെ വന്നത്? വൈ ഡിഡ് യു കം ഏർലി ആഫ്റ്റർ ദ ഗെയിം? കളി കഴിഞ്ഞ പാടെ തന്നെ മോനെന്താ ഓടി എത്തിയെന്നാണ് ചോദിക്കുന്നത്, പെട്ടെന്ന് എത്തിയത്. മൈ ഫ്യൂവൽ ഈസ് ഓവർ മാം. എൻ്റെ ഇന്ധനം തീർന്നു എന്ന്. അപ്പം ഇവിടെ കൊച്ചിൻ്റെ ഇന്ധനം തീർന്നുകൊണ്ട് പെട്ടെന്ന് ഓടി വന്നിരിക്കുകയാണ്. ആൾക്ക് വിശക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. വിശക്കുന്നതുകൊണ്ട് കളി കഴിഞ്ഞാട് ഓടി വന്നു. ഇവിടുത്തെ ചോദ്യം ഇതാണ്, ഡിഡ് യു നോട്ടീസ് ദ ഒപ്പീനിയൻ ഓഫ് ദ ബോയ്? നിങ്ങൾ കുട്ടിയുടെ അഭിപ്രായം ശ്രദ്ധിച്ചല്ലോ. വാട്ട് ഡിഡ് ദ ചൈൽഡ് മീൻ ബൈ ഫ്യൂവൽ? കുട്ടി ഇന്ധനം എന്നുദ്ദേശിച്ചത് എന്തിനെയാണ്? കുട്ടി ഇവിടെ ഇന്ധനം എന്നുദ്ദേശിച്ചത്, ഫ്യൂവൽ എന്നുദ്ദേശിച്ചത് എന്തിനെയാണ്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എന്താണ് അതിൻ്റെ പിന്നിലെ കാരണം? അപ്പോൾ നമ്മളിവിടെ പേജ് നമ്പർ 60 ഇവിടെ കാണിക്കുന്നുണ്ട് ഫുഡ് എന്ന് പറയാം. എന്താണ്? എനർജി ഈസ് റിക്വയർഡ് ഫോർ ഡൂയിങ് ദിസ് ആക്ടിവിറ്റി, എവറി ആക്ടിവിറ്റി അല്ലേ? അപ്പോൾ നമ്മൾ ഏതൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് നമുക്ക് എനർജി ആവശ്യമാണ്. ദീസ് ആക്ടിവിറ്റിക്ക് വരെ എവറി ആക്ടിവിറ്റി അറിയാം. ദിസ് എനർജി ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഫുഡ്. നമുക്ക് ഈ എനർജി കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. ദസ് ദ ഫുഡ് വി ഈറ്റ് ഈസ് എ സോഴ്സസ് ഓഫ് എനർജി. അപ്പോൾ ഭക്ഷണം ആണ് നമ്മുടെ എനർജിയുടെ ഒരു സോഴ്സസ്. അതുപോലെ തന്നെ അടുത്ത പേജിൽ ഇൻ അവർ ബോഡി ഓൾസോ ഫുഡ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ. നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിലും ഫുഡ് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് ടു പ്രൊഡ്യൂസ് എനർജി. അങ്ങനെയാണ് എനർജി ഉണ്ടാക്കുന്നത്. ഓക്സിജൻ എൻറ്റേഴ്സ് അവർ ബോഡി ത്രൂ ബ്രീത്തിങ്. ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ബ്രീത്തിങ് വഴിയാണ്. അപ്പം നമ്മുടെ ഈ പ്രവർത്തനമൊക്കെ നടക്കാൻ നമുക്ക് എന്ത് വേണം? എനർജി വേണം. അപ്പം അവൻ്റെ എനർജി തീർന്നു പോയി. അതിനവന് എന്ത് വേണം? ഫുഡ് വേണം. ഈ ഫുഡ് ആരുമായിട്ട് പ്രവർത്തിക്കും? ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ എനർജി ഉണ്ടാകുന്നത് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം റെഡിയായി. അടുത്ത ഒബ്സർവ് ദ റെസ്പോൺസ് ഓഫ് സം പീപ്പിൾ ഹു യൂസ് ഫയർവുഡ് സ്റ്റവ്. വിറക് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ പ്രതികരണങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കുക്കിംഗ് ഈസ് മെയ്ഡ് ഈസി ബൈ പാക്കിംഗ് ദ സ്റ്റവ് വിത്ത് ഫയർവുഡ്. അടുപ്പിൽ വിറക് കുത്തി നിറച്ച് കത്തിച്ചു കഴിഞ്ഞാൽ വേഗം വേവിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ്. കുത്തി നിറച്ച് കത്തിച്ചു കഴിഞ്ഞാൽ തീ പിടിക്കൂല. അടുത്ത ആരാണ്? ക്ലീൻ ദ ചിമ്മിനി ആനുവലി. പുകക്കുഴൽ വർഷത്തിലൊരിക്കൽ വൃത്തിയാക്കണം. മാസത്തിലൊരിക്കലാണ് വൃത്തിയാക്കേണ്ടത്, ഇവിടെ വർഷത്തിലൊരിക്കൽ എന്നാണ് പറയുന്നത്. അപ്പം അത് അത്ര ശരിയായ കാര്യമല്ല. വെൻ ദ സ്റ്റൗ സ്മോക്സ് ഇറ്റ് ഗുഡ് ടു ബ്ലോ ഇറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ. അടുപ്പ് പുകയുമ്പോൾ വീണ്ടും വീണ്ടും ഊതി കത്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അടുപ്പ് പുകയുമ്പോൾ വീണ്ടും വീണ്ടും ഊതി കത്തിക്കാതെ നല്ല അടുപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഈ 3 കാര്യങ്ങളും ഊതി കത്തിക്കുക, വീണ്ടും വീണ്ടും ഊതി കത്തിക്കുന്നതിന് കാര്യമില്ല. അവിടെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടറിഞ്ഞ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ബൈ എക്സാമിൻ ദ ഒപ്പീനിയൻ സജസ്റ്റ് 2 methods to improve the efficiency of firewood stove. അപ്പോൾ അഭിപ്രായങ്ങൾ നിങ്ങളെ പരിശോധിച്ചു. അപ്പോൾ വിറകടുപ്പിൻ്റെ ഉപയോഗം കാര്യക്ഷമമാക്കാനുള്ള 2 നിർദ്ദേശങ്ങൾ നമ്മളോട് എഴുതാനാണ്.
അപ്പം നല്ല വിറകടുപ്പിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ പേജ് നമ്പർ 61 ഇവിടെ പറയുന്നുണ്ട്. വൈൽ യൂസിങ് എ ഫയർവുഡ് സ്റ്റൗ എന്താണ്? ഡു നോട്ട് പാക്ക് ദ സ്റ്റൗ വിത്ത് എക്സസ് ഫയർവുഡ്. കൂടുതൽ വിറക് കുത്തി നിറയ്ക്കരുത് വിറകടുപ്പിൽ. എൻഷ്യൂർ അഡിക്വേറ്റ് എയർ സപ്ലൈ. ആവശ്യത്തിന് എയർ സപ്ലൈ ഉണ്ടോ എന്ന് നോക്കണം. ഫയർവുഡ് ഷുഡ് ബി കട്ട് ഇൻ ടു സ്മോൾ പീസസ് ബിഫോർ ബീങ് പ്ലേസ്ഡ് ഇൻ ദ സ്റ്റൗ. അതായത് ഫയർവുഡുകൾ ചെറിയ ചെറിയ പീസാക്കി വേണം അടുപ്പിൽ വെക്കുവാൻ. ഫയർവുഡ് ഷുഡ് ബി യൂട്ടിലൈസ് കംപ്ലീറ്റ്ലി. ഫയർവുഡ് പരമാവധി നമ്മൾ ഉപയോഗിക്കണം. ക്ലീൻ ദ സ്റ്റൗ എവറി ഡേ. സ്റ്റൗ എല്ലാ ദിവസവും, അടുപ്പ് എല്ലാ ദിവസവും വൃത്തിയാക്കണം. ക്ലീൻ ദ ചിമ്മിനി വൺസ് എ മന്ത്. ചിമ്മിനി മാസത്തിലൊരിക്കൽ വൃത്തിയാക്കണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ ഏതെങ്കിലും 2 നിർദ്ദേശങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായി. ഇനി നമുക്ക് സി നോക്കാം. ദ ഫയർവുഡ് സ്റ്റൗ വിച്ച് ഈസ് സ്മോക്കിംഗ് ബേൺസ് അഗെയിൻ വെൻ വി ബ്ലോ ഇറ്റ്. ഫൈൻഡ് എ റീസൺ ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. പുകയുന്ന വിറകടുപ്പിലേക്ക് ഊതുമ്പോൾ കത്തുന്നതിന് കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇപ്പം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പം നമ്മൾ ഊതുമ്പോൾ അതിന് തീ പിടിക്കും. അതിൻ്റെ കാരണം ഇവിടെ 4 കാരണത്തിൽ ഒരെണ്ണം ശരിയുണ്ട്. ഏതാണെന്ന് നോക്കാം. ദ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ എക്സൈൽഡ് എയർ ഹെൽപ്സ് ഇൻ ബേണിംഗ്. അപ്പം നമ്മുടെ നിശ്വാസവായുവിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കത്താൻ സഹായിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് കത്താനല്ല, കെടാനാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. വൈൽ ബ്ലോയിങ് ദ ഓക്സിജൻ ഗെറ്റ്സ് ഇൻ ദ സ്റ്റൗ. ഊതുമ്പോൾ അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ അടുപ്പിനുള്ളിലേക്ക് തള്ളിക്കയറുന്നതാണ്. അപ്പോൾ കത്താൻ വേണ്ടത് ഓക്സിജൻ ആണ് എന്ന് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെയുണ്ട് എയർ റിക്വയർഡ്സ് ഫോർ ദ ബേണിംഗ് ഓഫ് എനി സബ്സ്റ്റൻസ്. ഫ്യൂവൽ ഓൾസോ റിക്വയർഡ് എയർ ഫോർ ബേണിംഗ്. ഇറ്റ് ഈസ് ദ ഓക്സിജൻ ഇൻ ദ എയർ ദാറ്റ് ഹെൽപ്സ് ബേണിംഗ്. എയറിലെ ഓക്സിജൻ ആണ് കത്താൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഊതുമ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ, വൈൽ ബ്ലോയിങ് ദ ഓക്സിജൻ ഗെറ്റ്സ് ഇൻ ടു ദ സ്റ്റൗ. ഓക്സിജൻ കിട്ടുന്നു, അതുകൊണ്ടാണ് തീ പിടിക്കുന്നത്. അതൊരു കറക്റ്റായ ഒരു പോയിന്റാണ്. ദ സ്മോക്ക് ഡിസിപ്പേറ്റ്സ് വെൻ ബ്ലോ. ഊതുമ്പോൾ പുക മാറിപ്പോകുന്നത് കൊണ്ടാണ്. ഊതുമ്പോൾ പുക മാറിയോണ്ട് തീ പിടിക്കണമെന്നുണ്ടോ? ഇല്ല, അതൊരു കാരണമല്ല. ദ ആഷ് ഇൻ ദ കോൾ മൂവ് ദ ബ്ലോ. ഊതുമ്പോൾ കനലിലെ ചാരം നീങ്ങി മാറുന്നത് കൊണ്ടാണ്. അതുകൊണ്ടും തീ പിടിക്കില്ല. ചാരം മാറിപ്പോയതുകൊണ്ട് തീ പിടിക്കുമോ? ഇല്ല. ഓക്സിജൻ കിട്ടിയാലേ തീ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥമായ കറക്റ്റായ ഉത്തരം രണ്ടാമത്തതാണ്. രണ്ടാമത്തെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ അവസാനത്തത് ആക്ടിവിറ്റിയായ 8ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 8 പറയുന്നത് സം എക്യുപ്മെൻറ്റ്സ് വിച്ച് മേക്ക് അവർ ജോബ് ഈസി ഈസ് ഗിവൺ. ജോലി എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. സിസർ, കട്ടിംഗ് പ്ലെയർ, ലെമൺ സ്ക്യൂസർ, നട്ട് ക്രാക്കർ, ഫോർസെപ്സ്, സ്റ്റാപ്ലെയർ. ഇവിടെ ഗ്രൂപ്പ് ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് സ്യൂട്ടബിളി. ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് തിരിക്കണം. ഇവിടെ ഫൽക്രം നടുക്കുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യ രണ്ടും ഒരു ഗ്രൂപ്പ്. ഇവിടെ ഇപ്പം സിസറിൻ്റെയും കട്ടിംഗ് പ്ലെയറിൻ്റെയും ഫൽക്രം സെൻറ്ററിലാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഗ്രൂപ്പ് 1. ഇനി ലെമൺ സ്ക്യൂസറിൻ്റെയും നട്ട് ക്രാക്കറിൻ്റെയും ഫൽക്രം ഒരറ്റത്താണ് വരുന്നത്. ഇതിൻ്റെ ആണികൾ ഉണ്ട്, ഇവിടെ ഫ്രണ്ടിലറ്റത്താണ്. ഇതിൻ്റെയും ഫ്രണ്ടിലറ്റത്താണ്. ഇത് രണ്ടും ഗ്രൂപ്പ് 2 വരും. ഫോർസെപ്സിനും സ്റ്റാപ്ലെയറിലും എന്താണ് സംഭവം? നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ മുകളിലാണ്. ഇവിടെയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുക. ഇതിന് നമ്മളിവിടെ മുകളിലാണ് എഫോർട്ട് കൊടുക്കുന്നത്. എഫോർട്ട് ഇതിൻ്റെ രണ്ടിനും മുകളിൽ കൊടുക്കുന്നത് കൊണ്ട് ഇത് രണ്ടും ഗ്രൂപ്പ് 3 പെടും. അപ്പം സിസേഴ്സും കട്ടിംഗ് പ്ലെയറും ഗ്രൂപ്പ് 1, ലെമൺ സ്ക്യൂസറും നട്ട് ക്രാക്കറും ഗ്രൂപ്പ് 2, ഫോർസെപ്സും സ്റ്റാപ്ലെയറും ഗ്രൂപ്പ് 3. അപ്പം അങ്ങനെ ഗ്രൂപ്പ് ദിസ് ഇൻസ്ട്രുമെൻറ്റ്സ് സ്യൂട്ടബിൾ. അങ്ങനെ ഇതിനെ 3 ഗ്രൂപ്പ് ആക്കാം. ഇനി ഒബ്സർവ് ദ പിക്ചർ. ഈ കത്രിക നോക്കുക. ദിസ് ഈസ് ദ പിക്ചർ ഓഫ് സിസേഴ്സ് വിച്ച് ഈസ് യൂസ് ടു കട്ട് പേപ്പർ, ക്ലോത്ത് എക്സെട്ര. അപ്പോൾ സാധാരണ കടലാസും തുണിയും എന്നിവ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്രികയുടെ ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. ഇഫ് ദിസ് ഈസ് ടു ബി യൂസ്ഡ് ഫോർ കട്ടിംഗ് ദ ടിൻ ഷീറ്റ്, വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദിസ് അസംബ്ലി. അപ്പം നമ്മൾ ഈ കത്രിക ഉപയോഗിച്ച് ഒരു ടിൻ ഷീറ്റ് മുറിക്കാൻ കഴിയണമെങ്കിൽ ഇതിൻ്റെ ക്രമീകരണത്തിൽ വരുത്തേണ്ട മാറ്റം എഴുതുക എന്നാണ്.
ഇതിൻ്റെ ക്രമീകരണത്തിൽ വെച്ചാൽ ടിൻ ഷീറ്റ് മുറിക്കണമെങ്കിൽ അത് ഹാർഡാണ്, കൂടുതൽ ശക്തി വേണം അത് മുറിയണമെങ്കിൽ. ഈ എളുപ്പമാക്കണമെങ്കിൽ എന്ത് വേണം? ആ ജോലി എളുപ്പമാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഫുൾക്രമത്തിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും, അതായത് നമ്മൾ എഫേർട്ട് കൊടുക്കുന്ന ഈ ഒരു ലിവറിൻ്റെ നീളം കൂട്ടണം. അതായത് ഇങ്ങനെ, ഇവിടെയാണ് എഫേർട്ട്, ഇവിടെ ഫുൾക്രം, ഇവിടെ റെസിസ്റ്റൻസ്. അപ്പം വി ഷുഡ് എന്താണ്, എഫേർട്ട് ആൻഡ് ഫുൾക്രം മസ്റ്റ് ബി ഫാർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലോങ് ലിവർ. ഡിസ്റ്റൻസ് നീഡഡ് എന്ന് കൊടുത്താൽ മതി. എഫേർട്ടും ആൻഡ് ഫുൾക്രം keep more distance than scissor. സിസറിനുള്ളതിനേക്കാളും കൂടുതൽ ദൂരം എഫേർട്ടിനും ഫൽക്രത്തിനും. എഫേർട്ടും ഫൽക്രം ഇത് തമ്മിലുള്ള ഈ ഒരു ദൂരമില്ലേ, ആ ഒരു നീളം, അതിൻ്റെ നീളം കൂട്ടിയാൽ മതി. അത് നീളം കൂട്ടുന്നതോറും നമ്മുടെ ജോലിഭാരം കുറയും. ടിൻ ഷീറ്റ് വരെ മുറിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമായി. അടുത്തത്, എ ലോങ് സ്കെയിൽ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് എ ഫിക്സഡ് പെൻസിൽ. ഒരു ഫിക്സഡ് ചെയ്തിരിക്കുന്ന പെൻസിലിൻ്റെ പൊക്കത്ത് ഒരു ലോങ് സ്കെയിൽ വെച്ചിട്ടുണ്ട്. ദ ഫോളോയിങ് പിക്ചർ ഷോസ് എ 100 gram ആൻഡ് എ 1 kilogram വെയിറ്റ് കെപ്റ്റ് അറ്റ് ബോത്ത് എൻഡ് ഓഫ് ദി സ്കെയിൽ. ഒരു സൈഡിൽ 100 ഗ്രാമും ഒരു സൈഡിൽ 1 കിലോഗ്രാമും. ഒരു സൈഡിൽ വലിയ ഭാരമാണ്, 1000 gram ഉണ്ട്, ഒരു സൈഡിൽ 100 gram. അങ്ങനെ 1000 gram എന്ന് വെച്ചാൽ 1 kilogram. അങ്ങനെ ഇവിടെ 100 ഗ്രാമും വെയിറ്റ് കുറഞ്ഞതും അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇഫ് യു വാണ്ട് ടു റൈസ് 1 kilogram വെയിറ്റ് യൂസ് എ 100 gram വെയിറ്റ്. നമുക്ക് ഈ 100 ഗ്രാം ഉപയോഗിച്ചുകൊണ്ട് 1 കിലോ പൊക്കണം. അതിന് നമ്മൾ എന്ത് മാറ്റമാണ് ചെയ്യേണ്ടത് എന്നാണ്. 100 ഗ്രാം തൂക്കുകട്ടി കൊണ്ട് 1 കിലോഗ്രാം തൂക്കുകട്ടി ഉയർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലേസ് ദ 100 gram വെയിറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദി സ്കെയിൽ നിയർ ദ പെൻസിൽ. അപ്പം 100 ഗ്രാമിൻ്റെ തൂക്കുകട്ടി സ്കെയിലിന് മുകളിൽ പെൻസിലിന് അടുത്തേക്ക് കൊണ്ടുവെക്കണം. അപ്പം ഇത് പെൻസിലിനടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, അപ്പം ഇവിടെയാണ് ഫുൾക്രം, ഇവിടെയാണ് എഫേർട്ട്. ഇത് അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊന്തുമോ? ഇല്ല, നേരെ അത് പൊന്തില്ല. ഇനി അടുത്തത് എന്താണ്? പെൻസിൽ 1 kilogram വെയിറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്കെയിൽ ഫാർ അവേ ഫ്രം ദ പെൻസിൽ. 1 കിലോഗ്രാം തൂക്കുകെട്ടി സ്കെയിലിൻ്റെ മുകളിൽ പെൻസിലിൽ നിന്ന് വളരെ അകലത്തിൽ കൊണ്ടുവയ്ക്കണം. ഈ 1 കിലോഗ്രാമും ഈ പെൻസിലിൻ്റെ ഈ ദൂരത്തിൽ നിന്ന് കുറേ ദൂരെ കൊണ്ടുവരണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇത് പൊന്തുമോ? ഇല്ല, അങ്ങനെ വെച്ച് കഴിഞ്ഞാലും പൊന്തില്ലെന്ന് നമുക്കറിയാം. പ്ലേസ് 100 gram വെയിറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദി സ്കെയിൽ ഫാർ അവേ ഫ്രം ദ പെൻസിൽ. 100 ഗ്രാം തൂക്കുകെട്ടി സ്കെയിലിന് മുകളിൽ പെൻസിലിൽ നിന്ന് വളരെ അകലേക്ക് കൊണ്ടുവയ്ക്കണം. ഓക്കെ, ഇവിടെ ഇത് കുറേ ദൂരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 100 gram വെയിറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദി സ്കെയിൽ ഫാർ അവേ ഫ്രം ദ പെൻസിൽ. ഇത് കുറേ ദൂരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് പൊന്തുമെന്നാണ് പറയുന്നത്. അതിനുള്ള സാധ്യതയും കുറവാണ്. പിന്നെ എന്താണ്? പ്ലേസ് 1 kilogram വെയിറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്കെയിൽ നിയർ ദ പെൻസിൽ. അതാണ് 1 കിലോഗ്രാം തൂക്കിയിട്ട് സ്കെയിലിന് മുകളിൽ പെൻസിലിനടുത്ത് കൊണ്ടുവരും. ഇതെന്ത് ചെയ്യണം? പെൻസിലിനടുത്ത് ഇവിടെ വേണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് പൊന്തുകയുള്ളൂ. 100 ഗ്രാം ഇവിടെ പുറകിലും 1 കിലോ പെൻസിലിനടുത്തും വെച്ച് കഴിഞ്ഞാൽ അതെന്താവും? പൊന്തും. അങ്ങനെയുള്ളത് നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഒരു കുട്ടി എന്താ, ചെറിയൊരു കുട്ടി വലിയൊരാളെ പൊക്കുന്നു. എങ്ങനെയാണ് പൊക്കിയത്? ചെറിയ കുട്ടി സാധാരണ സ്ഥലത്തും വലിയ ആൾ ആ കുറ്റിയുടെ സമീപത്ത് അടുത്തിരിക്കുന്നു. എന്നാ ഇങ്ങോട്ടല്ല നീങ്ങിയിരിക്കുന്നത്, ഇങ്ങനെ കുറ്റിയുടെ അടുത്ത് ഫുൾക്രമിൻ്റെ അടുത്തേക്കിരിക്കുന്നു. അതുകൊണ്ടാണ് ഇയാൾ പൊന്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡ്, ആ ഒരു ആൻസറാണ് ഇവിടെ അറിയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തു? ആക്ടിവിറ്റി 8ൻ്റെ ഉത്തരവും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ശിക്ഷയുടെ ബേസിക് സയൻസ് 5ാം ക്ലാസ് 2023-24 ചോദ്യപേപ്പറിൻ്റെ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാര്യങ്ങൾ
മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.